കുറേ ദിവസമായി കൊട്ടിയൂരിൽ പോയിട്ടുണ്ടെങ്കിലും ചന്ത വഴിയൊന്നും നടന്നിട്ടില്ലായിരുന്നു. ഏതായാലും ചന്ത വഴി നടക്കാം, എന്തെങ്കിലും ഓഫറുണ്ടോ എന്നൊക്കെ നോക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെ ചന്ത വഴി അങ്ങനെ നടന്നതാണ്. കാരണം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാലോ എന്ന് കരുതിയിട്ടാണ്. എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. അതായത് ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ഓഫറുണ്ട്. പരമാവധി ഓഫറിൽ തന്നെയാണ് അവർ സാധനമെല്ലാം കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സാധാരണ വാങ്ങിക്കുന്ന ഒരു സാധനത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയുടെ വരെ മാറ്റം എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ കത്തിയാളായി കഴിഞ്ഞാലും അതുപോലെ അങ്ങനെയുള്ള പല സാധനങ്ങൾക്കും അവിടെ വില കുറവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരുപാട് മാർക്കറ്റ് ഉണ്ട്. അതായത് 100 രൂപ, 80 രൂപ, 50 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മാർക്കറ്റ് വേറെയുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ നല്ല ചളിയാണ് കേട്ടോ. അതായത് അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ പോകേണ്ടത് എന്ന് പറഞ്ഞാൽ അടക്കാത്തോട് ഭാഗത്തോട്ടാണെങ്കിൽ ഭയങ്കര ചളിയാണ് അവിടെയൊക്കെ. അതായത് 2 സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചളിയാണ്. അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ചളി ഉണ്ടാകും. ഏതായാലും വരും ബഡ്ജറ്റിലെല്ലാം നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് പൈസകളും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതായത് ഇതൊന്നും പോരാ, നല്ല രീതിയിലുള്ള വികസനവും കാര്യങ്ങളൊക്കെ വേണം. കുറച്ചുകൂടി റോഡ് വീതി വേണം. അതുപോലെ തന്നെ 2 സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാതകൾ വേണം. നിർബന്ധമായിട്ടും വേണ്ടത് നടപ്പാതകളാണ്. ആ നടപ്പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും ജനങ്ങൾക്ക് പോകാനുള്ളതാണ്. ഇതിപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഒരു അപകടം സംഭവിക്കാത്തത്. അതായത് ആ വണ്ടിക്കാരൊക്കെ, ചില വണ്ടിക്കാരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെയൊക്കെയോ അങ്ങോട്ട് പോകുന്നുണ്ട്. ചില വണ്ടിക്കാരൊക്കെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെയാണ് പോകുന്നത്. ഏതായാലും ഭഗവാന്റെ കടാക്ഷം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും സംഭവിക്കാത്തത്. ഇത്രയും ആൾക്കാർ നടന്നു പോകുന്നതല്ലേ, അപ്പോൾ കൃത്യമായിട്ട് നടപ്പാതെയും കാര്യങ്ങളൊക്കെ വേണ്ടത് തന്നെയാണ്. ഏതായാലും നിങ്ങൾ കൊട്ടിയൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം സാധനവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പോകുക. അപ്പോൾ കൊട്ടിയൂർ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ തുടർന്ന് വീഡിയോ കാണുക. അതിനുശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് രൂപത്തിലേക്ക് വന്നോട്ട് കേട്ടാ. നിങ്ങളുടെ കൂടെ വന്നിട്ടാണ് ഈ മക്കളെയും പ്രായമുള്ളവരെയും ഓട്ടമില്ലാതിരിക്കുക പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. തിരുവപ്പം, ആടിയത്തി, നെയ്പായസം മുതലായ പ്രധാന കടയിൽ ഭക്തജനങ്ങൾക്ക് ദേവസ്വം വഴിപാട് ലഭ്യമാണ്. സന്തോഷം.
പക്ഷെ ഇവിടെ വന്നപ്പോഴാ കേട്ടറിഞ്ഞതിനപ്പുറത്താണ് കണ്ടറിവെന്ന് മനസ്സിലായത്. എന്തൊരു വെറൈറ്റി ആണല്ലേ. പിന്നില്ലാതെ വെറുതെയാണോ ജനങ്ങൾ മലബാർ മേലയെ കുറിച്ച് പറയുന്നത്? വിലകുറഞ്ഞാൽ ക്വാളിറ്റി കുറയുന്നതിന് കാരണം പ്രധാനമായി ദേവസ്വം പ്രവർത്തനത്തിൽ നിന്ന് സേഫായിട്ടും അപ്പവും ലഭ്യമാണ്. ഭക്തജനങ്ങൾക്ക് പ്രധാനമായി ദേവസ്വം പ്രവർത്തനങ്ങളിൽ നിന്ന് സേഫായിട്ടും അപ്പവും ലഭ്യമാണ്. ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾ ദർശന ക്യൂവിൽ നിൽക്കേണ്ടതാണ്. അക്കരക്കുട്ടിയോൺ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾ ദർശന ക്യൂവിൽ നിൽക്കേണ്ടതാണ്. ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ കണ്ടുപോകാം. നോട്ടം ഫ്രീയാണ്. പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഫൈബർ പാത്രങ്ങൾ, കട്ട്ലറി ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, പാലക്കാടൻ രാമചന്ദ്രൻ കത്തികൾ തുടങ്ങി എല്ലാവിധ വീട്ടുപകരണങ്ങളും ഇതാ നിങ്ങളുടെ കൈക്കൊണ്ടിരിക്കും.